ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ചുവടുകൾ പിഴച്ചു പോകുന്നത് കാണുമ്പോ നെഞ്ചു കീറി ഉറക്കക്കിടന്ന് ഞാൻ നിലവിളിക്കുകയാണ്. കൂടി വന്ന് തടവുകയാണ്. അതൊന്നും കരുതിക്കൂട്ടിയോ ഓരോന്ന് ചെയ്യുന്നതല്ല. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. നീ കിടക്ക്, കിടക്ക്. ഇന്നുകൂടിയുള്ളൂ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം. കിടന്നോ. എന്താ മോളെ? ഒന്നുമില്ല ചേച്ചി. ഗുഡ് നൈറ്റ്. വേറെ ഒന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങ. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ജ്യോതി ഉറങ്ങിയിട്ടില്ല. അമ്മ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. സന്തോഷം കൊണ്ടല്ലേ? അമ്മയുടെ ജീവിതത്തിലെ വലിയൊരു സങ്കടല്ലേ നാളെ മാറാൻ പോകുന്നത്? അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ മുന്നില് ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടാവും. എത്ര അവഗണിച്ചാലും ചില നേരത്തൊക്കെ എടുത്തു നോക്കുമല്ലോ. അതുകൊണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സന്തോഷം അവളെ തേടി വന്നത്. ജ്യോതിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് മനുവിനെ നമുക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്. പിന്നെ ജീവിതത്തിന്റെ കാര്യമാണ്. അതൊക്കെ എങ്ങനെ വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ. പക്ഷേ ജ്യോതിയുടെ കാര്യം നടന്നതുകൊണ്ട് മാത്രം എന്റെ ജീവിതം പൂർണ്ണമാവില്ലല്ലോ. ഞാൻ അവളേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്തതോ നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തതോ അതൊന്നും ഒരു പ്രശ്നമല്ല. സത്യം എന്ന് ഒന്നുണ്ടല്ലോ. അത് നീ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം. സ്വന്തം കൈക്കുഞ്ഞ് ആപത്തിലേക്ക് നടന്നു പോകുമ്പോ അതങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഒരമ്മയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? കൂടെ ഓടും, നിലവിളിക്കും. അങ്ങനെയല്ലേ നിന്നോടും അമ്മ? അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചുവടുകൾ പിഴച്ചു പോകുന്നത് കാണുമ്പോ നെഞ്ചു കീറി ഉറക്കക്കിടന്ന് ഞാൻ നിലവിളിക്കുകയാണ്. കൂടി വന്ന് തടവുകയാണ്. അതൊന്നും കരുതിക്കൂട്ടിയോ ഓരോന്ന് ചെയ്യുന്നതല്ല. അമ്മേ, നാളെ രാവിലെ ജ്യോതിയുടെ കല്യാണമാണ്. ഇപ്പൊ നമുക്കെല്ലാം മനസ്സിൽ അത് മാത്രമേ പാടുള്ളൂ. സന്തോഷായിട്ട് ആ ചടങ്ങ് കഴിയട്ടെ. അത് കഴിഞ്ഞ് അമ്മയുടെ മുന്നിൽ ഞാൻ വന്നിരിക്കാം.
സംസാരിക്കാം. അത് മതിയമ്മേ. കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് തർക്കങ്ങളുള്ള കാര്യങ്ങളൊക്കെ മറക്കാം. എന്നിട്ട് അമ്മയും ചേച്ചിയൊക്കെയായി അവളുടെ കൂടെ നിന്ന് അവളെ നമുക്ക് യാത്രയാക്കാം. ചെറുതാണെങ്കിലും ഞാൻ കയറി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫംഗ്ഷനാ. അത് ഗംഭീരാക്കണ്ടേ നമുക്ക്? വേണ്ടേ അമ്മേ? തർക്കങ്ങൾ തുടങ്ങിയതിൽ പിന്നെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ടില്ല. അമ്മ എന്നെ തലോടിയിട്ടില്ല. അമ്മ കരയല്ലേ? നമ്മൾ സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഭഗവാനെ, എന്നെ നിത്യാമ്മയുടെ അടുത്തൊന്നും ആരും കൊണ്ടുപോവല്ലേ? ഭഗവാനെ, ആദ്യം നിത്യാമ്മയെ ഒരിക്കലും പിരിക്കരുതേ. നീ വാ. രാമകൃഷ്ണേട്ടന് പരിചയമുള്ള അമ്പലം നന്നായി. അതുകൊണ്ടാ അവരൊരുങ്ങാൻ വേണ്ടി മുറിയൊക്കെ തുറന്നു നിന്നത്. അയ്യോ, അവരുടെ പരിചയക്കാരൊന്നും അല്ല. ഹരി വിളിച്ചു പറഞ്ഞതാ ഈ അമ്പലത്തിലെ സെക്രട്ടറിയോട്. അല്ല രഘു, ആദിമോന്റെ കാര്യം മനുന്റെ അച്ഛനോടും അമ്മയോടും പറയണ്ടേ? പറഞ്ഞേ പറ്റൂ. എന്തായിരിക്കും അവരുടെ മറുപടി എന്നറിയില്ല. മധുര നൊമ്പരക്കാറ്റ്